കോഴിക്കോട് കൊടുവള്ളിയിൽ സ്വർണ്ണ വ്യാപാരിയെ കാറിടിച്ച് വീഴ്ത്തി സ്വർണം കവർന്ന കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മുത്തമ്പലം സ്വദേശി ബൈജുവിന്റെ പക്കൽ നിന്നാണ് കാറിലെത്തിയ 4 സംഘം സ്വർണം കവർന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ 10-ലധികം സ്വർണ്ണ കവർച്ചാ കേസുകളാണ് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടന്നത്. കഴിഞ്ഞ 4 മാസത്തിനിടെ കൊടുവള്ളി കേന്ദ്രീകരിച്ച 5-ലധികം സ്വർണ്ണ കവർച്ചാ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരവും തള്ളിക്കളയാൻ കഴിയില്ല. ആ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘമാകാം മുത്തമ്പലം സ്വദേശി ബൈജുവിന്റെ കയ്യിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തത് എന്ന നിഗമനവും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സ്വർണ്ണ വ്യാപാരിയായ മുത്തമ്പലം സ്വദേശി ബൈജുവിന്റെ പക്കൽ നിന്ന് കാറിലെത്തിയ 4 സംഘം 2 കിലോ സ്വർണം കവർച്ച ചെയ്തത്. പോലീസ് അന്വേഷിക്കുന്നുണ്ട്, വേറെ അതൊന്നും പറയാനില്ല. ഇന്നലെ വെച്ചാൽ ഒരു വെള്ള വണ്ടി വന്ന് തട്ടിച്ചാൽ ബാഗ് എടുത്ത് കൊണ്ടുപോയി. ഒരു 10 മണിയാവും. മുറി പറ്റി അപ്പം പോകണം. പേരെന്ന് വെച്ചാൽ ഒരു 3-4 ആൾക്കാരുണ്ടാവും. ബാക്കി കത്തിയാണ് ചെയ്യും. പോലീസിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് അതിന്റെ രീതിയിൽ നടക്കുന്നത്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ പോലീസ് ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നത്. രാത്രി കടയടിച്ച ശേഷം സ്വർണവുമായി സ്കൂട്ടറിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന ബൈജുവിനെ കാറിലെത്തിയ സംഘം വാഹനത്തിൽ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. റോഡിൽ തെറിച്ചു വീണ ബൈജുവിന് നേരെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി കയ്യിലുണ്ടായിരുന്ന സ്വർണം കവർന്നു. അപകടത്തിൽ ബൈജുവിന് സാരമായി പരിക്കേറ്റിട്ടുണ്ട്. വെളുത്ത സ്വിഫ്റ്റ് കാറിൽ എത്തിയവരാണ് തന്നെ ഇടിച്ചു വീഴ്ത്തി സ്വർണം കവർന്നതെന്ന് ബൈജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും ഉടൻ പ്രതികളെ കണ്ടെത്തുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. കൊടുവള്ളി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കടത്ത് മാഫിയാകാം കവർച്ചയ്ക്ക് പിന്നിലെന്ന വാദവും അന്വേഷണ സംഘം തള്ളിക്കളയുന്നില്ല. കൊടുവള്ളി കേന്ദ്രീകരിച്ച് വൻ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പോലീസിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി നികുതി വെട്ടിച്ച് കടത്തുന്ന കള്ളക്കടത്ത് സ്വർണം എത്തുന്നത് കൊടുവള്ളിയിലേക്കാണെന്നും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊടുവള്ളി സംഘമാണെന്നുമുള്ള വിവരവും പുറത്തുണ്ട്. സ്വർണ്ണക്കവർച്ചയും സ്വർണ്ണക്കള്ളക്കടത്തും കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്ക് കേരള പോലീസിന്റെ അന്വേഷണം ഇതുവരെ നീണ്ടിട്ടില്ല. ജനം, കോഴിക്കോട്.